ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ബലി പെരുന്നാൾ ഡേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ ബൈ വിഷിംഗ് all my viewers, let it be 30, let it be 20, and Eid Mubarak, taqabbal Allah minna wa minkum. Okay? وصحابه صلاة وسلاما دائمين متلازمين إلى يوم الحشر. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വന്നിരിക്കുകയാണ് വീട്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടി ഇറങ്ങും. ചെക്കന്മാരെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങൾ റെഡിയാക്കും. നമ്മൾ പള്ളിയിലത്തെ ഷോട്ടൊന്നും അധികം എടുത്തിട്ടില്ല, ചെറിയ ചെറിയ ക്ലിപ്പുകൾ. ലൈക്ക് ഐ എം സ്റ്റാർട്ടിങ് ദിസ്. എനിക്ക് കുറച്ച് മടിയുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ഇവിടെ ഫുഡ് നോക്കാം. പത്തിരിയും ഇറച്ചിക്കറി ആയിരിക്കും, നോക്കാം. ഓക്കെ, പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, സ്വീറ്റ്. നമുക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. യോ ഷോട്ടിങ് ഇറ്റ്. ചിക്കൻ ബിരിയാണി പ്രിപ്പയറിങ് യോ. പിന്നെ ഇത് രാവിലത്തെ നാഷ്ട. മൈലോളിക്ക് ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ പോയില്ലേ ഡോക്ടറിനല്ലേ എന്തിനും. അപ്പോൾ വി ആർ ഗോയിങ് ഫോർ എ ട്രിപ്പ്. നമുക്ക് വന്ന് കാറ് വന്നിരിക്കുന്നു ഗൈസ്, നമുക്ക് കാറ് വന്നിരിക്കുന്നു. നമുക്കിനി യാത്ര പോകാം. പെരുന്നാൾ നിലാവ് പോലെ വന്നതെന്തിനാ. തുറക്ക് ബ്രോ, ബ്രോ. ഗായ്സ് നമ്മൾ പോവുകയാണ് ഗായ്സ്. ചെക്കന്മാര് വരുന്നുള്ളൂ. അവിടെയൊക്കെ മണ്ണൂരൊക്കെ തുറക്കുമ്പോ തന്നെ സീനാണ് ഗായ്സ്. അങ്ങനെ ഷിജുഖാന്റെ കണ്ണ് പഴുത്തിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ പത്രിപ്പാല പോവാണ്. ആ അതന്നെ നിങ്ങൾ പറഞ്ഞറിയില്ല. നിങ്ങളും ചാമ്പല, അവനും ചാമ്പല, എല്ലാരും ചാമ്പല്. ഞങ്ങളിപ്പോ വരുമോ? വരുന്നുണ്ടോ? സെൽഫി സ്റ്റിക്ക്. ഇത് അഭിന്ന ഗോപ്രോ. ഇത് ഗോപ്രോ ആണ്, പക്ഷെ അഭിന്ന ഗോപ്രോ. നിങ്ങള് കേട്ടാ വണ്ടി ഞാൻ എടുക്കണോ? പോടോ, ഞാൻ പ്രോ ഡ്രൈവറാണ്, അതറിയാലോ. സർവീസ് ഒന്നും ചെയ്യണ്ട, വാട്ടർ വാഷ് ചെയ്താൽ മതി. എന്താ നിങ്ങള് എന്ന് തന്നെ വീട്ടിൽ കയറ്റില്ലേ? അറിയോ, ആഴ്ചയിൽ 4 വട്ടം വണ്ടി കറുപ്പ് പെയിന്റ് അല്ലല്ല, കാറ്ററിംഗ് ബോയ് ആവുന്നു. ഒന്ന് വന്ന് കേറാ. നീ വേണേ കയറാ. നീ ആ ഷൂ എടുത്തിട്ട് വാ, എന്നിട്ട് കാർന്നിട്. പോയിക്കോ പോയിക്കോ, എടുത്തിട്ട് വാ, എടുത്തിട്ട് വാ. എന്റെ ഷൂ ലൈസ് കിടന്നിപ്പോ കത്തൊക്കെ ചെയ്യും. 250 രൂപയ്ക്ക് അത്രക്കല്ലേ പറ്റൂ. ആ പാട്ട് സിനിമയാണ്. ഗജപോക്കിരി മറ്റേവനല്ലേ? ആ അതന്നെ അതന്നെ അത് ലക്കിയാണ് ഇല്ലേ? ആ നീ ഗജപോക്കിരി. അതിന് ഫുൾ മൂവി ഉണ്ടോ അതില് യൂട്യൂബില്? പിള്ളേര് കണ്ണ് പാർട്ട് പാട്ട് അതെന്റെ രസം. എന്തെങ്കിലും വെക്കി പാട്ട് കേൾക്കണ സാധ്യത സ്പോട്ടിഫൈ.
പാട്ടിക്കുന്ന സാധനം അല്ല ആരൊക്കെ മിസ്സിംഗ് ആണല്ലോ നമ്മുടെ നിസാറിനെ വിളിച്ചില്ല അന്ന് വിളിയടാ जल्दी पहुंचना चाहते हैं आप अच्छे से समझ गए ഇങ്ങോട്ട് പോകുമ്പോൾ നിസാറിനെ ചാമ്പിട്ട് പോണ് ശരി സെറ്റ് ആക്കി റെഡി ആയി നിൽക്ക് We are going Patripada. ശരി പോയിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിട്ടതില് ഇപ്പൊ എത്ര നേരം കണ്ടിത് എല്ലാവർക്കും അത്രക്ക് ആവേശം വേണ്ട ചേച്ചിമാരെല്ലാം നോക്കണു ഏതാ മൂടി ചീജോ ടൂറുള്ളതാ തള്ളുണ്ട് മാറ്റുന്നു ഓ അത് മാറ്റിന്നാട്ടാ പറഞ്ഞ് ഇവിടെ ഏതാ പള്ളി ഇത് കണ്ടാവാത്ത ഓമ്മേ പരസ്യത്തിൽ കാണുന്നതാണ് ആ ബോർഡ് എടുത്തിട്ട് പോയിക്കോ അറിയില്ലേ ഇതൊക്കെ ഇതാവും ഗായ്സ് നമ്മളങ്ങനെ പെരുന്നാളായിട്ട് പടവുകൾ ചേർത്തി വന്നു ഓ കാതലേ നിന്റെ ഇജുവിന് എത്ര വയസ്സാന്നുള്ള ആ കൺഫ്യൂഷൻ അങ്ങോട്ട് തീർന്നു 27 വയസ്സ് നിങ്ങൾ ശിശുക്കാനെക്കാട്ടി താഴെ കൂടുതൽ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ് എന്ത് പിന്നെ കണ്ണ് തോണ്ടിയെടുക്കൊന്നുമില്ല കുറച്ചുകൂടി സമയമായി അതൊക്കെയാണ് ടെൻഷൻ കണ്ണ് ചീഞ്ഞു പോയെന്നൊന്നും കുഴപ്പമില്ല ആ ഓറസ് ഒക്കെ എന്തിനാ കണ്ണിൽ ഇതായിന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് 3 നേരം ഇത് 2 നേരമാണ് 3 നേരം 2 തുള്ളിയാണ് ഇത് കാരണം 2 തുള്ളികളും 3 നേരം 3 നേരം ഇതൊക്കെ എന്ത് ഒരു കണ്ണിനാണ് ഇത്രയും ബില്ല് അത് പ്രായമല്ല മുത്തേ വെയിറ്റ് ആയിരിക്കും പിച്ച് വാ പിന്നെ അവനൊക്കെ എടുത്തിട്ട് തല്ലുള്ളാനാ നമ്മൾ അത്ര അങ്ങോട്ട് വലുതായിട്ടില്ല 36 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ ഓക്കെ പറ്റങ്ങ കണ്ടാ മതി അതിർക്കാട് ഒറ്റിക്കാൻ ഏതാ ഹിജോ മൂട് ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ ഓക്കെ ആ കമ്പനിയൊക്കെ അടിപൊളി സ്ഥലമാണ് അവിടെ ഹലോ ഗൈസ് നമ്മളപ്പോ ഇവിടെ അതിർക്കാട് എത്തിയിരിക്കുകയാണ് ഹലോ ഗൈസ് അപ്പൊ നമ്മള് ചെക്കന്മാരോടെ പെരുന്നാളിന് ഒരു സ്പോട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ സ്പോട്ട് തന്നെയാണല്ലോ നമ്മുടെ അതിർക്കാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു തുരങ്കമൊക്കെ ഉണ്ട് ഗൈസ് അല്ല നമ്മളെന്താ അങ്ങട് ഓ എൻ്റെ വ്ളോഗിൽ കയറിയിട്ട് എന്നെ കൂടെ അടിക്കാൻ പറ്റും അത്രയ്ക്കൊന്നും വേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ഞാൻ കുനിയേണ്ട ആവശ്യമില്ല അല്ലേ സംഭവം എൻ്റെ ഹൈറ്റുള്ളൂ ഗൈസ് എടാ അവിടെ ചിലപ്പോൾ മഴ പെയ്തിട്ട് പുളിയുന്നുണ്ടാവും ആ നീ ആദ്യം പോ എന്നിട്ട് പെടുകയാണെങ്കിൽ പിന്നെ വരണ്ടല്ലോ അങ്ങടാ അളിയാ അങ്ങോട്ട് പോ അത് നമ്മുടെ വ്ളോഗിലില്ല
ഈ ഫോണിൽ കാണാനാണ് സിസ്റ്റീനെ കാണാൻ ഭയങ്കര ചന്തം. നിസാറിലേക്ക് പറയണ എന്റെ ഫോൺ എടുത്തോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് മറ്റേ ഹിഡൻ ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ആരും വന്നിട്ടില്ല, ഞങ്ങളാണ് ആദ്യമായിട്ട് വന്നത്. ഷിജിക്കാനോടെ വന്നതിന് ഷിജിക്ക എല്ലാ വെക്കേഷനും ആകെ ഇവിടെ വരും, ഇവിടെ വന്നിട്ടേ പോവൂ. എന്താണെന്നറിയില്ല, ഷിജിക്കാന്റെ ഫേവറേറ്റ് സ്പോട്ട് അത്. അവിടെ കടന്നു കഴിഞ്ഞാ സൂപ്പർ ആയിരിക്കും. ഗസ്റ്റ് റോള് വന്നു ഗൈസ്, ഗസ്റ്റ് റോൾ. അതാ ഷാനൊക്കെ അതൊന്നും പറയും, വാ പോവാ. അല്ല ഒന്നും പറയാനില്ല, നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ്ടേ. ഒരു പേടിയില്ലാത്ത എന്താ പോകും. പക്ഷെ ഇത് നല്ല ഫോട്ടോ, നല്ല ഇതുണ്ട് കേട്ടോ, രസമുണ്ട്. വ്ളോഗ് ഇറങ്ങുമ്പോ എല്ലാം കാണണം. ഷാനു ഇവിടെ അല്ലല്ലോ, ഷാനു നമ്മുടെ ഇവിടെ വന്നില്ലല്ലോ. ഷാനൊക്കെ വണ്ണൂരല്ലേ. മറ്റേ സാധനം അതന്നെ, മറ്റേ സാധനം എന്താണെന്നൊന്നും അറിയില്ല, വെറുതെ അടിയേ. അതാ മറ്റേ സാധനം തുമ്പി. അറിയാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചിരുന്നു. അത് ഫ്രഷ് സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ. ചാണകം കുറച്ച് കഴിഞ്ഞാൽ കൂടും. നല്ല സാധനങ്ങൾ കിട്ടുന്നു. ഗൈസ് മീൻ പിടിക്കാൻ ഭാരതപ്പുഴ. പിന്നെ അത് ഭാരതപ്പുഴ. ഇത് ഭാരതപ്പുഴ, അതിലൊരു അണക്കെട്ടുണ്ടാക്കിയിരുന്നു, ബണ്ട് കെട്ടിയിരിക്കുന്നു. ഓ ഈ വ്ളോഗ് ഞാൻ കട്ട് ചെയ്യും ഈ പോർഷൻ. അങ്ങനെ നീ എന്റെ വ്ളോഗിനെ തന്നെ മൊണ്ണേക്കണ്ട. എന്തേലും പോണോ അതിർക്കാട് മാത്രം കണ്ടുവരുന്ന നമ്മുടെ പുളിയുടെ തൂമ്പ് തൂമ്പ് തൂമ്പ്. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം. ഇതൊക്കെ ഫ്രഷ് സാധനങ്ങളാണ്, ഇതുവരെ ആരും കൊണ്ടുവരാത്ത സാധനങ്ങൾ. ഏത് ഫ്രെയിമാടാ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോ തെക്കുമാരി കൂടെ ഒന്ന് പുറത്തുണ്ട്, പിന്നെ ഇടങ്ങാറാവണ്ട പറഞ്ഞിട്ട് കാണിക്കുന്നു. അതെവിടെ പറഞ്ഞുതരാം. ഞാനിവിടുന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് മോട്ടറൊക്കെല്ലടാ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞോ. തമ്മിലെടുക്കണം. അല്ല തമ്മില് 36 ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ. കണ്ണിനങ്ങനെ രാവിലെ പകലുന്നുണ്ടോ ജാസി? നിങ്ങൾ ഞങ്ങളെ വിളിക്കാതെ വേറെ സ്പോട്ടിൽ പോയിരുന്നു ഫോട്ടോ. ആ ഞങ്ങള് സ്പോട്ടിൽ പോയി. എന്നൊന്ന് വിളിച്ചു വിടരാ, ഭയങ്കര മനുഷ്യൻ. സൗകര്യ നിങ്ങള് മണ്ണൂര് പോയപ്പോ നമ്മളെ വിളിച്ചോ?
വിളിച്ചപ്പോ കടന് മുമ്പ് കൂടെ നമ്മള് പോണേ ഓ എണ്ണ അടിച്ചാല് ഷാന് പറയുന്നോട് അടി ഗോൾഡ് മോഡൽ തന്നാ മതിയായിരുന്നല്ലോ എന്റെ സ്പേസ് ഇല്ല ഇവരെ രണ്ടാളും വേണം എന്തിന് 1000 ഉറുപ്പിക എടുത്തിട്ട് ലഡാക്ക് പോയിട്ടാണ് മിസ് യു ഗൈസ് അത് നമ്മുടെ കൂറ്റമറിയില്ലെന്ന് കൂറ്റമറിയില്ല അവന്റെ സ്ഥലത്തിന്റെ പേരെന്താ നാഗർകോയില ആ നോയിഡയിൽ നിന്നും അംബാജി ചേരുന്നു. അംബാജി അവിടെ എന്താണ് വിശേഷങ്ങൾ? ഇതിനെ കട്ടിയും വേറെന്താണ് വിശേഷം? താങ്കളുടെ വിശേഷം പറയൂ. പെരുന്നാളായിട്ട് രാവിലത്തെ കഴിച്ചു പറ. ടൈഗർ ബിസ്ക്കറ്റ് ചായയിൽ മുക്കിയടിച്ചു എന്നൊക്കെ. ഓ എടാ ഇവിടെ മിതമായ പെരുന്നാൾ. ഇവിടെ എന്താണ് ബീഫ് രാവിലെ ഇല്ലാത്തോണ്ട് ചിക്കനും ഇടിയപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശോകമാണ് രാവിലെ തന്നെ ബേഡായി. അതൊരു ചായ ബിസ്ക്കറ്റ് മുക്കി കഴിച്ചവന്റെ അതായിരുന്നു ഭേദം ഇതിനേക്കാള്. രാവിലെ ബീഫില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലിസാണ് പുറത്ത്. അപ്പൊ കരയുമ്പോ അവിടെ നിന്നിട്ട് ചിക്കനാ പറഞ്ഞ ബായിന്റെ കൈയെടുത്ത് കടിക്കും. വെള്ളം മെഴുകേ എടാ നിന്റെ ക്യാമറയില് മറ്റേ ഫോൺ കണ്ടിട്ട് മിസ്സാതെ വെക്കുന്ന രാവിലെ തന്നെയാണ് തുടങ്ങിയത്. ശരിയാ ഫുള്ള് പോകാണല്ലോ. ആ നിനക്കും തോന്നിയില്ലേ? ആ തോന്നല്ല കാണണ്ടല്ലോ. തുടക്കണം അങ്ങോട്ടെ. കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു മെലിഞ്ഞൊട്ടീന്ന്. അല്ലല്ല അത് അങ്കളുടെ കുട്ടിക്കോ. അപ്പോ നമ്മുടെ വ്ലോഗ് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കുറെ പരിപാടിയൊക്കെ നടന്നു. ഉമ്മാന്റെ വീട്ടിൽ പോയി അവിടെ കുറെ വെറുപ്പിച്ചു. അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മെയിൻ ആയിട്ട് നമുക്കുള്ള ട്രിപ്പ് പോകണം. നമ്മളപ്പോ ട്രിപ്പ് പോവാൻ റെഡി ആയിരിക്കാണ്. ഈ നരന്തകളുണ്ട്, പിന്നെ ഇവണ്ട്, പിന്നെ ഇയാളുണ്ട്, പിന്നെ അങ്ങനെ ഉണ്ട്. നമ്മുടെ ഏജ് ബാരിയർ ഇല്ലാതെ ഒരു ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 30, 28, 27, 24, 25, 19, 14 എല്ലാം ഉണ്ട്. 10ാം ക്ലാസ് ജയിച്ചവര് തോറ്റവര് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല. വൈബ് ഉള്ളവരൊക്കെ പിടിച്ചിട്ട് ചേർത്തിട്ടൊരു ട്രിപ്പ്. മൂന്നാർ കണ്ടവരും കാണാത്തവരും എല്ലാരും ഉണ്ട്. അപ്പോ പിന്നെ അതായത് ഇതില് വരാൻ പറ്റാത്ത കുറെ അമ്മമാരുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിംഹമൊക്കെ ഉണ്ട്, സിംഹമൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മ വാപ്പ വരും എന്ന് പറഞ്ഞാൽ വാപ്പാനെ പിടിച്ച് കയറ്റും. നമുക്ക് വൈബ് ആ വൈബിൽ നിൽക്കുക. അപ്പോ അത് നമുക്ക് കാണാം. അടുത്ത 2 ദിവസത്തെ വ്ളോഗ് നമ്മൾ ഇടുന്നതായിരിക്കും. ഓ ഇൻഷാ അല്ലാ. അതെ, നിസ്കാരമൊക്കെ മുടക്കാണ്ടായിരിക്കും നമ്മളെ ഈ ട്രിപ്പ് എന്ന് ഞാൻ ആഹ്വാനം ചെയ്യാണ്. എല്ലാ രീതിക്കും നമ്മള് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നല്ലൊരു ട്രിപ്പ് പോകാൻ പറ്റട്ടെ. ഇവനൊക്കെ ഉണ്ട്.